UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും തൃത്താലയിൽ ജനവിധി തേടാനുള്ള ഒരു വലിയ നിയോഗം എന്നിൽ വന്നു ചേർന്നിരിക്കുകയാണ്. അതിന് എന്റെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയ നന്ദിപൂർവ്വം ഞാൻ ഏറ്റെടുക്കുകയാണ്, വലിയൊരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കുകയാണ്. കാരണം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ തൃത്താല സീറ്റ് അടക്കമുള്ള പാലക്കാട് ജില്ലയിലെ മഹാഭൂരിപക്ഷം സീറ്റുകളും UDFന് വേണ്ടി നേടിയെടുത്ത് UDFന്റെ ഒരു വലിയ വിജയം സംസ്ഥാനത്ത് സാധ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരുടെയും പൊതുവായിട്ടുള്ള ലക്ഷ്യവും ആഗ്രഹവും. അപ്പോൾ ആ നിലയിൽ 100 സീറ്റിന്റെ ഭൂരിപക്ഷവുമായി UDF അടുത്ത് അധികാരത്തിൽ വരുമ്പോൾ അതിൽ നിർണായക സംഭാവന നൽകുന്ന മണ്ഡലങ്ങളായി തൃത്താല പോലെ അതുപോലെ തന്നെ നാദാപുരം പോലെയുള്ള മണ്ഡലങ്ങളൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ അഭ്യുന്നതനായിട്ടുള്ള തങ്ങളെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന്റെ അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങാനും വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അദ്ദേഹവുമായിട്ട് എത്രയോ വർഷങ്ങളുടെ പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട്. അതോടൊപ്പം അദ്ദേഹം ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. ആ നിലയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരും എന്നോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ അനൗപചാരികമായിട്ട് തന്നെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. ഇന്നലെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം വന്നത്. ഇന്നലെ തന്നെ ഞങ്ങൾ തൃത്താലയിൽ വലിയ ഒരു റോഡ് ഷോയും ഒക്കെ നടത്തിയപ്പോൾ 100 കണക്കായിട്ടുള്ള UDF പ്രവർത്തകർ, കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ, ജനങ്ങൾ ഒക്കെ അതിൽ അണിചേർന്നിരുന്നു. അപ്പോൾ അത് തന്നെ നല്ലൊരു ശുഭപ്രതീക്ഷയാണ്. അപ്പോൾ അതൊക്കെ ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സാധ്യമായതാണ്. ഇതുപോലെയുള്ള നല്ല കൂട്ടായ പ്രവർത്തനമാണ് സത്യത്തിൽ കേരളം മുഴുവൻ ഇപ്പം നടക്കുന്നത്. കാരണം മുഴുവൻ ആളുകൾക്കും ആ നിലയിൽ ഒരു ലക്ഷ്യബോധമുണ്ട്. ഇത്തവണ LDFന്റെ ദുർഭരണം അവസാനിപ്പിക്കുക, 10 വർഷത്തെ ദുരിതത്തിൽ നിന്ന് നാടിനെ മോചിപ്പിക്കുക, UDFന്റെ ഒരു സർക്കാർ സാധ്യമാക്കുക. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അരയും തലയും മുറുക്കി മുഴുവൻ UDF പ്രവർത്തകരും അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകളും നല്ല കേരളത്തെ ആഗ്രഹിക്കുന്ന ആളുകളുമൊക്കെ ഇന്ന് UDFനൊപ്പം അണിചേരുന്നത്. അതിൽ തൃത്താലയുണ്ടാവും, പാലക്കാട് ജില്ലയിലെ മഹാഭൂരിപക്ഷം സീറ്റുകളുണ്ടാവും, ഈ കേരളത്തിലെ തന്നെ 100 കുറയാത്ത സീറ്റുകൾ UDFനൊപ്പം ഉണ്ടാവും. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് ഏതെങ്കിലും തരത്തിലൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? തിരിച്ചടി ഉണ്ടാവും? സ്വാഭാവികമായിട്ടും കുറച്ച് വൈകുമ്പോൾ അതിന്റേതായിട്ടുള്ള ആശയക്കുഴപ്പങ്ങളുണ്ട്. ഞാനത് തുറന്നു സമ്മതിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ അതിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ഔപചാരിക പ്രഖ്യാപനം മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. അത് മിക്കവാറും ഇന്ന് തന്നെ ഉണ്ടാവുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ദേശീയ നേതൃത്വം ആ നിലയിൽ ഇന്ന് തന്നെ അത് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന സൂചന. പക്ഷേ ഇപ്പം എന്റേതടക്കമുള്ള സീറ്റുകളിൽ അങ്ങനെ ഔപചാരിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഗ്രീൻ സിഗ്നൽ പാർട്ടി നേരത്തെ തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് ഇലക്ഷൻ പ്രചരണത്തെയോ UDFന്റെ വിജയസാധ്യതയെയോ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലെ ഏതാനും മണിക്കൂറുകളുടെ വൈകൽ കാര്യമായിട്ട് ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.